கூடும், எல்லாம் கூடும். ஒரு வார்த்தை சொன்னால் போதும். உம்மால் கூடும், எல்லாம் கூடும். ஒரு வார்த்தை சொன்னால் போதும். ஐயா, ஒரு வார்த்தை சொன்னால் போதும். விண்ணப்பத்தை கேட்பவரே, என் கண்ணீரை காண்பவரே, சுகம் தருபவரே, ஸ்தோத்திரம் യേശയ്യാ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ പ്രഭാത വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ, നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ. യോബിനെ പറ്റി നമുക്കറിയാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച നല്ലൊരു വ്യക്തി, ജീവിതത്തിനുടമയായിരുന്നു ഇയ്യോബ്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവങ്ങൾ, തൻ്റെ ജീവിതത്തിലെ പ്രയാസത്തിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ സ്നേഹിതന്മാർ തന്നെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നെങ്കിലും തൻ്റെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് അവരെ പലതിലും ഇതെങ്ങനെ നേരുള്ള ഒരു വ്യക്തിക്ക്, ദൈവഭക്തനായ ഒരു വ്യക്തിക്ക്, ദോഷം വിട്ടകന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് സംഭവിക്കും എന്ന് അവർ ചിന്തിക്കുകയും പലതിലും ഇയ്യോബിനെ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാലും അവരുടെ ജീവിതത്തിൽ അറിയാം ഈ ഇയ്യോബ് ആരായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ നമ്മൾ വായിച്ച വേദഭാഗ്യം 4-ാം വാക്യം, 4-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തേമാന്യനായ എലിഫസ് ഇയ്യോബിനോട് പറഞ്ഞ വാക്കുകളാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 4-1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചു, വീഴുന്നവന് നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നോക്കിയേ, തന്നെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെങ്കിലും ഉള്ള കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഒരിക്കലും നമുക്ക് സത്യം മറച്ചു ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഇടയായി തീരത്തില്ല. ഇവിടെ തേമാന്യനായ എലിഫസ് ഇവനോട് പറയുകയാണ്, നീ പലരെയും ഉപദേശിച്ച്, നീ പല തളർന്ന കൈകളെ ശക്തീകരിച്ച്, വീഴുന്നവരെ നിന്റെ വാക്കുകൊണ്ടവരെ താങ്ങി, കുഴയുന്ന മുഴങ്കാലുള്ളവരെ നീ ഉറപ്പിച്ച്, അങ്ങനെ ഒരു വളരെ ഭക്തനായ ദൈവപുരുഷൻ, അനേകർക്ക് പ്രയോജനവും അനേകരെ താങ്ങുകയും വഴി നടത്തുകയും ചെയ്ത ഒരു മനുഷ്യൻ. എന്നാൽ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ, ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. എങ്കിലും നിനക്ക് ഭയപ്പെടേണ്ടതില്ല, നീ ഭാരപ്പെടേണ്ടതില്ല. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ. ആമേൻ, സ്തോത്രം. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്ന, യുവർ റെവറൻസ് ഫോർ ഗോഡ് ഗീവ് യു കോൺഫിഡൻസ്. റെവറൻസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ഗോഡ്, നിന്റെ ദൈവഭക്തി അല്ലെങ്കിൽ ദൈവഭയം നിന്റെ ആശ്രയമായിരിക്കട്ടെ, അത് നിന്റെ കോൺഫിഡൻസ് ആയിരിക്കട്ടെ. അതുപോലെ രണ്ടാമത് പറയുന്നത്, നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയായിരിക്കട്ടെ. അവിടെ കാണുന്നത്, യുവർ ബ്ലെയിംലെസ് വേ, യുവർ ഇൻറ്റഗ്രിറ്റി ഓഫ് ലൈഫ് വിൽ ബി യുവർ ഹോപ്പ്. ദൈവത്തിലെ വാക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തി ആയിരിക്കട്ടെ നമ്മുടെ ആശ്രയം. അതുപോലെ നമ്മുടെ വേ ഓഫ് ലൈഫ് ആയിരിക്കട്ടെ നമ്മുടെ ഹോപ്പ്. നമ്മൾ നിഷ്കളങ്കതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ നാം ജീവിക്കുന്നുവെങ്കിൽ, വിശ്വസ്തയോടെ ജീവിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ എന്തു തന്നെ നേരിട്ടാലും എന്തു തന്നെ കേട്ടാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ആശ്രയം ദൈവമാണ്, നമ്മുടെ കാര്യം നടത്തി തരുന്ന ദൈവമാണ്. ആ ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദൈവഭക്തിയോടെ, ദൈവത്തിലുള്ള ഉറപ്പോടെ, വിശ്വസ്തയോടെ നിൽപ്പാനും, അത് ജീവിതത്തിലെ ആശ്രയമായി തീരുവാൻ, അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഈ വചനങ്ങൾ അതിൻ്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.